GST രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം, അതേപോലെ അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിമുലേഷൻ വഴി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം. ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ സ്റ്റിമുലേഷൻ വഴി GST രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് GST സ്റ്റിമുലേഷൻ ഡാഷ്ബോർഡാണ്. ഇവിടെ നമുക്ക് യൂസർ ഡീറ്റെയിൽസ് കാണും. എത്ര യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തു, എത്ര റിട്ടേൺസ് ഫയൽ ചെയ്തു എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് GST രജിസ്റ്റർ ചെയ്യാനും ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാനും ലോഗിൻ ചെയ്യാനും അതേപോലെ ഈ വെബിൽ സെക്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയും. ഓക്കെ, ഇനി നമുക്ക് GST രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ GST രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജാകും ഓപ്പൺ ആയി വരാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ദിസ് ഈസ് എ സ്റ്റിമുലേഷൻ സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന ഒരു മെസ്സേജ് കാണാം. ഇത് ഒരു പ്രാക്ടീസ് സോഫ്റ്റ്വെയർ ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ സർവീസ് ഓപ്ഷൻ കാണാം. സർവീസ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ, ലെഡ്ജേഴ്സ്, റിട്ടേൺസ്, പേയ്മെൻറ്റ്സ്, യൂസർ സർവീസസ്, ഇവേ ബിൽ ട്രാക്ക്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അതുപോലെ നമുക്ക് ടോപ്പിലായിട്ട് ലോഗിൻ ഓപ്ഷൻസും കാണാം. നമ്മുടെ ഒറിജിനൽ GST പോർട്ടലിലും നമുക്ക് ഈ സെയിം ഓപ്ഷൻസ് തന്നെയാണ് കാണാൻ കഴിയുക. നെക്സ്റ്റ് നമുക്കിവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടും ടെമ്പററി റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ടും രണ്ട് ഓപ്ഷൻസ് കാണാം. നമ്മൾ GSTയിൽ ഫസ്റ്റ് ടൈം യൂസർ ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ GST രജിസ്ട്രേഷനിൽ ഫസ്റ്റ് ടൈം യൂസർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ന്യൂ രജിസ്ട്രേഷനിൽ നമുക്ക് പാർട്ട് എയും പാർട്ട് ബിയും ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ പാർട്ട് എ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ TRN നമ്പർ, ടെമ്പററി റെഫറൻസ് നമ്പർ നമുക്ക് കിട്ടും. ഈ ടെമ്പററി റെഫറൻസ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു TRN നമ്പറിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 15 days ആണ്. അപ്പോൾ ഈ 15 daysനുള്ളിൽ നമ്മൾ ഈ TRN വെച്ചിട്ട് പാർട്ട് ബി കൂടി ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ TRN നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ ടെമ്പററി റെഫറൻസ് നമ്പർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ എങ്ങനെയാണ് GST രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ചോദിക്കുന്നത് സ്റ്റുഡൻറ്റ് ID ആണ്. സ്റ്റുഡൻറ്റ് ID നമ്മൾ ഫസ്റ്റ് ഡാഷ്ബോർഡ് എടുത്ത ടൈമിൽ അവിടെ നമുക്ക് സ്റ്റുഡൻറ്റ് ID എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. ഓക്കെ, ആ ID ആണ് നമ്മളിവിടെ സ്റ്റുഡൻറ്റ് ID എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇവിടെ ചോദിക്കുന്നത് ഐ ആം എ ടാക്സ് പെയർ ആണോ, ടാക്സ് കളക്ടർ ആണോ, ടാക്സ് ഡിഡക്ടർ ആണോ, അതേപോലെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ലീഗൽ നെയിം ഓഫ് ബിസിനസ്, പാൻ കാർഡ് നമ്പർ, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഇതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ റിയൽ GST പോർട്ടലിൽ നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ചോദിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ്, ക്യാപ്ച എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ആയിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരിക OTP വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു OTP നമുക്ക് കാണാൻ കഴിയും. ആ OTP നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു TRN നമ്പർ കിട്ടും. ഒറിജിനലായിട്ട് നമ്മൾ GST രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ID-യിലേക്കും ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ അത് വെരിഫൈ ചെയ്യണം. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള TRN നമ്പർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നമ്പേഴ്സ് മാത്രമാണുള്ളത്. പക്ഷെ നമ്മൾ റിയൽ ആയിട്ട് GST രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന TRN നമ്പറിൽ ഈ ഒരു നമ്പറും അതിൻ്റെ ലാസ്റ്റ് ആയിട്ട് TRN ഒന്നും കാണാം. അപ്പോൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ TRN നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ TRN നമ്പർ വെച്ചിട്ട് നമ്മളിവിടെ ലോഗിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു പേജാവും നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പേജിൽ നമുക്ക് കാണാം ഈ കാണുന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ബിസിനസ് ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ട്രേഡ് നെയിമും അതേപോലെ ഇത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലാണോ അതോ പാർട്ട്ണർഷിപ്പിലാണോ അതോ അല്ല പബ്ലിക് കമ്പനി ആണോ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ വരുന്നത് സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി, അതേപോലെ ഡിസ്ട്രിക്റ്റ്, ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്കിവിടെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടും കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടും രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഇവിടെ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസും റിക്വയർഡ് ആയിട്ടാണ് കാണിക്കുന്നുള്ളത്. പക്ഷേ റിയൽ ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്ന ടൈമിൽ നമ്മൾ ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിലാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത് എങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് വരുന്നത് റീസൺ ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ ലാബിൾ ആവുന്ന അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാവുന്ന പല സിറ്റുവേഷൻസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വോളണ്ടറി രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ദെൻ അടുത്തത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. നമ്മൾ എന്നാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ആ ഡേറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഏതെങ്കിലും പാസ്റ്റ് ഡേറ്റ് ആയാലും കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഏത് ഡേറ്റ് മുതലാണ് GST രജിസ്ട്രേഷൻ എടുക്കൽ നമുക്ക് ലേബിൾ ആയത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ത്രഷോൾഡ് ലിമിറ്റ് എന്നാണ് ക്രോസ് ചെയ്തത്, അങ്ങനെയുള്ള ആ ഒരു ഡേറ്റ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്ത സെക്ഷനാണ് ഇൻഡിക്കേറ്റ് എക്സിസ്റ്റിംഗ് രജിസ്ട്രേഷൻ. നമ്മൾ ഓൾറെഡി എവിടെയെങ്കിലും രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതേപോലെ രജിസ്ട്രേഷൻ എടുത്ത ഡേറ്റ്, ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കറക്റ്റായിട്ട് ഫിൽ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പ്രോപ്പറേറ്ററിൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഫിൽ ചെയ്യാനുള്ള സെക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ജെൻഡർ, അതേപോലെ ടെലിഫോൺ നമ്പർ, ഇതെല്ലാം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഡെസിഗ്നേഷൻ സ്റ്റാറ്റസ്. ഡെസിഗ്നേഷൻ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിൽ എന്ത് റോളാണ്, എക്സാമ്പിൾ ഡയറക്ടറാണോ അതോ പാർട്ട്ണറാണോ പ്രൊപ്പറേറ്ററാണോ, ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ എന്ന് കൊടുക്കുക. നമ്മുടെ പാൻ കാർഡ് നമ്പറും ഫിൽ ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഫിൽ ചെയ്ത് കൊടുക്കുക. ബിൽഡിംഗ് നമ്പർ, റോഡ്, സ്ട്രീറ്റ്, സിറ്റി, പിൻകോഡ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് ഫോട്ടോഗ്രാഫാണ്. നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആരുടെയാണോ അയാളുടെ ഫോട്ടോഗ്രാഫാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഓതറൈസ്ഡ് സിഗ്നേച്ചറിയുടെ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യാൻ വന്നിട്ടുള്ളത്. നമ്മുടെ GST ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അയാളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പാൻ കാർഡ് നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ ഡെസിഗ്നേഷൻ സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഓതറൈസ്ഡ് സിഗ്നേച്ചറിയുടെ പ്രൂഫാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഡോക്യുമെൻറ്റ് ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 MB അല്ലെങ്കിൽ അതിന് താഴെയോ ആവണം. അതേപോലെ തന്നെ JPG ഫോർമാറ്റിലോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. നമുക്ക് ടാക്സ് പ്രാക്ടീഷണറോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെപ്രസെൻറ്റേറ്റീവോ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് സെക്ഷനിൽ ഈ ഒരു ഡീറ്റെയിൽസ്, അയാളുടെ ഡീറ്റെയിൽസ് കൊടുക്കൽ റിക്വയർഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസും കൂടിയും ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, അതാണ് നമുക്ക് നെക്സ്റ്റ് ഫിൽ ചെയ്യാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ബിസിനസ് മെയിനായിട്ട് ഏത് സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു പ്ലേസിൻ്റെ അഡ്രസ്സാണ് നമുക്ക് ഇവിടെ ഫിൽ ചെയ്യാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അഡ്രസ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ GST രജിസ്ട്രേഷൻ നോക്കുന്നത് ഏത് ഓഫീസറാണ്, അയാൾ ഏത് ഡിവിഷനിലാണ്, ഏത് റേഞ്ചിലാണ് എന്നുള്ളതാണ്. അതും നമ്മൾ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ നോർമലി സാധാരണ മാനുവലായിട്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ അത് അവിടെ ഓട്ടോ ഫില്ലായിട്ട് വരും. ദെൻ നമ്മൾ നമ്മുടെ കോൺടാക്റ്റ് ഇൻഫോർമേഷൻസ് ഫിൽ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നേച്ചർ ഓഫ് പൊസഷൻ ഓഫ് പ്രിമൈസസ്. ഇവിടെ നമ്മൾ ബിസിനസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം.
നമ്മൾ ബിസിനസ് നിൽക്കുന്ന ബിൽഡിങ് നമ്മുടെ സ്വന്തം ഓണർഷിപ്പിലാണോ, അല്ലെങ്കിൽ നമ്മൾ റെൻറ്റിനോ ലീസിനോ എടുത്തതാണോ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ കൺസെൻറ്റോട് കൂടി വർക്ക് ചെയ്യുന്നതാണോ എന്ന് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുത്തത് അതിൻ്റെ പ്രൂഫ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സ്വന്തം ഓണർഷിപ്പിലാണെന്നാണ് കൊടുത്തത് എങ്കിൽ അതിൻ്റെ പ്രൂഫ്, അല്ലെങ്കിൽ റെൻറ്റിനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ്, കൺസെൻറ്റിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ബീയിങ് ക്യാരിഡ് ഔട്ട് അറ്റ് ദ എബോവ് മെൻഷൻഡ് പ്രിമൈസസ് എന്നാണ്. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നടത്തുന്നത് എന്ന് നമ്മൾ ഇവിടെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, അതും അല്ലെങ്കിൽ ഇതൊരു വെയർഹൗസ് ആണ്. ഇതിൽ ഏതാണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ബിസിനസ്സിന് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടോ എന്നാണ്. നമ്മൾ മെയിൻ ലൊക്കേഷൻ ഒഴികെ വേറെ എവിടെയെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്താൽ മതി. ഈ പ്രാക്ടീസ് സെക്ഷനിൽ നമുക്ക് ആ ഒരു ഓപ്ഷന് എനേബിൾ ചെയ്യൽ മാൻഡേറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് എനേബിൾ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യാൻ വരിക. അപ്പോൾ അത് നമ്മൾ എൻ്റർ ചെയ്യുക, ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. HSN കോഡ്, SAC കോഡ് കൊടുക്കാനാണ്. ഇവിടെ നമ്മളെ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ HSN കോഡ് അല്ലെങ്കിൽ SAC കോഡ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് സിസ്റ്റം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 5 HSN കോഡ് കാണാം. അപ്പോൾ നമുക്ക് ഈ 5 HSN കോഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് then നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സെക്ഷനാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, അതേപോലെ IFSC കോഡ്, ടൈപ്പ് ഓഫ് അക്കൗണ്ട്, നമ്മൾ സേവിങ്സ് അക്കൗണ്ട് ആണോ അതോ കറണ്ട് അക്കൗണ്ട് ആണോ അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ബാങ്കിൻ്റെ ഒരു പ്രൂഫ്, ഓക്കെ, പാസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ ഒരു പ്രൂഫ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ GSTയിൽ റീഫണ്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാവും റീഫണ്ട് ആയിട്ട് വരുന്നുണ്ടാവുക. എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അടുത്തത് സ്റ്റേറ്റ് സ്പെസിഫിക് ഇൻഫോർമേഷൻ. ഇത് എല്ലാ അപ്ലിക്കൻസിനും നിർബന്ധമായിട്ടുള്ളതല്ല. ബിസിനസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ച് മാത്രമാണ് നമുക്ക് ഇത് ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതെല്ലാം മാൻഡേറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ആധാർ ഓതൻറ്റിക്കേഷൻ ആണ് വരുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ, ഡു യു വാണ്ട് ടു ഓപ്റ്റ് ഫോർ ആധാർ ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ യെസ് ആക്കി സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആധാർ വഴി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. നെക്സ്റ്റ് നമുക്ക് താഴെ ഒരു ടേബിൾ കാണാം. നമ്മുടെ നെയിം, പ്രൊമോട്ടർ, അതേപോലെ ഡെസിഗ്നേഷൻ, അയാളുടെ ഇമെയിൽ, മൊബൈൽ നമ്പർ, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫൈനലായിട്ട് വെരിഫിക്കേഷൻ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ GST രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കാണാം. ഇത് നമുക്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ താഴെ ആയിട്ട് നമ്മുടെ ഓതറൈസ്ഡ് സിഗ്നേച്ചറിയുടെ നെയിം, പ്ലേസ്, ഡെസിഗ്നേഷൻ, സ്റ്റാറ്റസ്, ഡേറ്റ്, ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് ഇവിടെ നോർമലി 2 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. സബ്മിറ്റ് വിത്ത് DSC എന്നും സബ്മിറ്റ് വിത്ത് EVC എന്നും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ OTP വഴിയാണ് വെരിഫിക്കേഷൻ വേണ്ടത് എങ്കിൽ നമ്മൾ സബ്മിറ്റ് വിത്ത് EVC ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് സബ്മിറ്റ് വിത്ത് EVC ആണുള്ളത്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് വിത്ത് EVC സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ ഒരു OTP വരും. ആ OTP വെച്ചിട്ട് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ OTP വെരിഫിക്കേഷനും കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ARN നമ്പർ കിട്ടും. ഇതോടുകൂടി നമ്മുടെ GST രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ പഠിച്ച പ്രോസസ്സും ഒറിജിനൽ GST പോർട്ടലിലെ പ്രോസസ്സും ഏകദേശം സെയിം രീതിയിലാണ് വരുന്നത്. ചെറിയ കാര്യങ്ങളിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID യും അതേപോലെ അതിൻ്റെ പാസ്വേഡും
അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആയി വന്നിട്ടുള്ള GST നമ്പർ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ആവും നമ്മൾ റിയൽ ആയിട്ട് GST പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവാം.